പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷ പരമാവധി കുറച്ചു നൽകണമെന്ന് കോടതിയോട് അപേക്ഷിച്ച പ്രതി ഗ്രീഷ്മ 24 വയസ്സു മാത്രമാണ് പ്രായമെന്നും പഠിക്കാൻ മിടുക്കിയാണെന്നും ഗ്രീഷ്മ കോടതിയെ അറിയിച്ചു. വിദ്യാഭ്യാസ രേഖകളും കൈമാറി. ഗ്രീഷ്മയോട് ജഡ്ജി വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. ഷാരോൺ സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്നും സാമൂഹിക വിരുദ്ധ പശ്ചാത്തലമുണ്ടെന്നും പ്രതിഭാഗം വാദമുയർത്തി. അതേസമയം ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്നും സ്നേഹത്തെയാണ് കൊലപ്പെടുത്തിയെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പരമാവധി ശിക്ഷയായി വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ അഭ്യർത്ഥിച്ചു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഷാരോണിനെ പ്രതി വകവരുത്തിയത്. ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട്. പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ വാദമുയർത്തി. കേസിൽ തിങ്കളാഴ്ച ശിക്ഷാവിധി പ്രഖ്യാപിക്കും. വിഷം കൊടുത്തുള്ള കൊലപാതകം, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞു. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ തെളിവുകൾ നശിപ്പിച്ചുവെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. 2022 ഒക്ടോബർ 14 ഷാരോൺ രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഷാരോൺ മരിച്ചത്. ഒരേ ബസ്സിൽ കോളേജിലേക്കുള്ള യാത്രക്കിടെയാണ് ഷാരോണും ഗ്രീഷ്മയും പ്രണയത്തിലായത്. പ്രണയം തീവ്രമായതോടെ ഇരുവരും തിരുവനന്തപുരത്തെ വെട്ടുകാട് പള്ളിയിലെത്തി രഹസ്യമായി താലിയും കുങ്കുമവും ചാർത്തി വിവാഹിതരായി. പക്ഷേ നാഗർകോവിൽ സ്വദേശിയായ പട്ടാളക്കാരന്റെ വിവാഹാലോചന വന്നതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ശ്രമങ്ങൾ തുടങ്ങി. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരാണെന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു ആദ്യത്തെ വാദം. ഇത് ഫലിക്കാതെ വന്നതോടെ ജാതകം പ്രശ്നമാണെന്നും തന്നെ വിവാഹം കഴിച്ചാൽ ഷാരോൺ മരിച്ചുപോകുമെന്ന കള്ളക്കഥയുണ്ടാക്കി ഇതും പൊളിഞ്ഞതോടെ ഷാരോണിനെ വകവരുത്താൻ ഗ്രീഷ്മ തീരുമാനിച്ചുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു.